വധശ്രമ കേസിൽ തിരുവനന്തപുരത്തെ ബി.ജെ.പി. കൗൺസിലർ സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് യു.ഡി.എഫ് കൗൺസിലർമാർ വീണ്ടും കത്ത് നൽകി. 40 ദിവസം പിന്നിട്ടിട്ടും കൗൺസിൽ യോഗം കൂടാത്തത് സുഗതനെ രക്ഷിക്കാനാണെന്നാണ് വിമർശനം. അടിയന്തര കൗൺസിൽ യോഗം വിളിക്കണമെന്നും നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ പറയുന്നു. നിതിൻ വിവരങ്ങളുമായി ശരിയാണ്. ഇതിന് അല്ലെങ്കിൽ തന്നെ CPM ഈ സുഗതന്റെ വിഷയത്തിൽ സമരപാതയിലാണ്. ഇപ്പോൾ കോൺഗ്രസും സമരത്തിലേക്ക് എത്തുകയാണ്. എന്താണ് ബി.ജെ.പിയുടെ നിലപാട് ഈ വിഷയത്തിൽ? അതെ രഞ്ജിത്ത, CPM ഓൾറെഡി അവർ സമരത്തിലായിരുന്നു. ഇപ്പോൾ UDF-ഉം കത്തയച്ചിരിക്കുകയാണ്. ഇതിലിപ്പോ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകുണം വാർഡിലെ കൗൺസിലർ സുഗതന്റെ മേൽ കാപ്പ കേസ് ചുമത്തിയിട്ട് കുറെ ദിവസമായി. എന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ടും ഇതേവരെ വേണ്ട ഒരു തീരുമാനങ്ങൾ എടുക്കാത്തതുകൊണ്ട്, നടപടികൾ എടുക്കാത്തത് കൊണ്ടുമാണ് ഇപ്പോൾ UDF കത്തയച്ചിരിക്കുന്നത്. നിതിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കിഴക്കൻ സിക്കിമിലെ പാങ്കോങ് ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് തന്ത്രപ്രധാന അതിർത്തി റോഡുകൾ അടച്ചു. മേഖലയിൽ വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മലഞ്ചെരിവുകളിൽ നിന്ന് വലിയ പാറക്കല്ലുകളും മണ്ണും റോഡിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ രംഗ്പോ തോരഗാങ് പാതയും ഒരനക്ക് വരെയുള്ള റോഡും പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ജനറൽ റിസർവ് എഞ്ചിനീയർ ഫോഴ്സ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിയന്തര ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. കടുത്ത പ്രതികൂല സാഹചര്യങ്ങളെ അവഗണിച്ചാണ് ഇവരുടെ പ്രവർത്തനം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.